കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ അധികൃതരിൽ നിന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങളും പ്രതികരണങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ വല്ലാതെ ചൊടിപ്പിക്കും. കാരണം എങ്ങനെയാണ് ചൊടിപ്പിക്കാതിരിക്കുന്നത്? അമ്മാതിരി അപരാധമാണ് ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. അഡ്രിയാൻ ലൂണയെ ഇന്തോനേഷ്യയിലേക്ക് വിട്ടത് സാമ്പത്തിക പരിതസ്ഥിതികൾ പരിഗണിച്ച് പരിശീലകന്റെ അഭിപ്രായം കൂടി നോക്കിയെടുത്ത ടാക്ടിക്കൽ ഡിസിഷനാണ് എന്ന് നേരത്തെ പറഞ്ഞവന്മാർ. ലൂണയുടെ തിരിച്ചുവരവിനെ കുറിച്ച് പോലും ആശങ്ക ഒരു ഘട്ടത്തിൽ പ്രകടിപ്പിച്ചവന്മാരുടെ ഭാഗത്തു നിന്നുള്ള പരിശീലകനായ കാറ്റാലയുടെ പ്രതികരണം ഇപ്പം ഇങ്ങനെയാണ്. അഡ്രിയാൻ ലൂണയുടെ അഭാവം ടീമിനെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ടീമിലെ താരങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും മധ്യനിരയിൽ നിന്നും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഗൈഡ് ചെയ്ത് നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ കാരണം അഡ്രിയാൻ ലൂണയുടെ അഭാവമാണ്. ലൂണ ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടതിനെ. ലൂണയുടെ അഭാവം ടീമിനെ മോശമായി ബാധിക്കുന്നു എന്ന് പറയുന്ന ഇതേ കാറ്റാല പറയുന്നത് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഇതേ കാറ്റാലയ്ക്കനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തു എന്ന് പറയുന്ന അബിക്കിന് പോലെയുള്ള ആളുകൾ പറയുന്നത് ലൂണിന് ശേഷം തിരിച്ചു വരുന്നതിനെ കുറിച്ച് അപ്പോൾ ആലോചിക്കാന്നാണ് പറയുന്നത്. അപ്പൊ ലൂണ ഇല്ലാതെ ടീം ഇങ്ങനെ നശിച്ചു എന്നുള്ള റിയലൈസേഷൻ ഇവന്മാർക്കുണ്ട്. പിന്നെ തിരിച്ചു വരുന്ന കാലം സംശയമാണെന്നും പറയുന്നുണ്ട്. ലിറ്ററലി നമ്മൾ ഗവൺമെന്റ് സൈഡിനെ കുറ്റം പറയുമെങ്കിൽ പോലും ഈ ഒരു ക്ലബിനെ നശിപ്പിച്ച് പിച്ച് ചെയ്യുന്നത് ഈ ഒരു മാനേജ്മെന്റും അതിനോട് ചേർന്നിരിക്കുന്ന സ്തുതി പാഠക വൃന്ദവും തന്നെയാണ്. ഇപ്പൊ യുവന്മാർക്ക് അഡ്രിയാൻ ലൂണയെ വേണം. അപ്പൊ പറഞ്ഞു ഇപ്പൊ യുവന്മാരുടെ തലയ്ക്കെന്താ ബൈ 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 ബൈ.